ഇനി ഗുരുവായൂർ ക്ഷേത്രോത്സവ നാളുകൾ. ഗുരുഭവനപുരി ഉത്സവാഘോഷ ലഹരിയിൽ. ആനയോട്ടത്തിൽ വിജയിയായി കൊമ്പൻ ബാലു. ആദ്യമായാണ് ബാലു ആനയോട്ടത്തിൽ വിജയിയാകുന്നത്. ഇരിഞ്ഞാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനത്തിനെതിരെ പ്രതിഷേധം ശക്തം. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ജാതി വിവേചനം സാംസ്കാരിക കേരളത്തിന് അപമാനമാണെന്ന് മന്ത്രി VN വാസവൻ. മാലിന്യ നിക്ഷേപ കേന്ദ്രമായി ദേശീയ പാതയോരങ്ങൾ. തലോരിലും കുതിരാനിലും മാലിന്യങ്ങൾ തള്ളുന്നത് വ്യാപകം. നടപടിയെടുക്കാൻ അധികാരികൾ തയ്യാറാകുന്നില്ലെന്ന് പരാതി. മയക്കുമരുന്ന് ലഹരിയിലേക്ക് നീങ്ങുന്ന യുവതലമുറയെ രക്ഷിക്കാൻ കൈകോർത്ത് എങ്കക്കാട് ഗ്രാമം. കൊടുങ്ങല്ലൂരിൽ രാസലഹരിയുമായി യുവാവ് പിടിയിൽ. ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പല്ലൂരിൽ നൂറ്റാണ്ടോളം പഴക്കമുള്ള കുളം നികത്താനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു. കുളം പൂർവ്വസ്ഥിതിയിലാക്കുവാൻ കരാറുകാരന് നിർദ്ദേശം നൽകി പോലീസ്. വാർത്തകൾ വിശദമായി. ഗുരുഭവനപുരിയിൽ ഇനി ഉത്സവാഘോഷത്തിന്റെ നാളുകൾ. 10 നാൾ ഗുരുവായൂർ ഉത്സവ ലഹരിയിലാകും. ഐതിഹ്യ പെരുമയിൽ നടന്ന ഗുരുവായൂർ ആനയോട്ടം ആവേശമായി. കൊമ്പൻ ബാലു ആനയോട്ടത്തിൽ ജേതാവായി. ആദ്യമായാണ് ബാലു ആനയോട്ടത്തിൽ വിജയിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിന് സ്വന്തമായി ആനയില്ലാതിരുന്ന കാലം. ഒരിക്കൽ ഉത്സവത്തിന് ആനയെ വിട്ടുകിട്ടാതിരുന്നപ്പോൾ തൃക്കണാമതിലകം ക്ഷേത്രത്തിൽ നിന്നും ആനകൾ ഓടി ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലെത്തി എന്നതാണ് ഐതിഹ്യം. ഈ സ്മരണയിലാണ് ആനയോട്ടം സംഘടിപ്പിക്കാറുള്ളത്. ആനയോട്ടത്തിന്റെ ഐതിഹ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഉച്ചവരെ ആനകളെ ക്ഷേത്ര പരിസരത്തേക്ക് എത്തിച്ചിരുന്നില്ല. രാവിലെ ക്ഷേത്രത്തിൽ ആനയില്ല ശീവേലിയാണ് നടന്നത്. നറുക്കെടുപ്പിലൂടെ തീരുമാനിച്ചിരുന്ന ആനകളെ ഉച്ചയോടെ കുളിപ്പിച്ച് ചന്ദനക്കുറി അണിയിച്ച് മഞ്ജുലാലിന് സമീപം അണിനിരത്തി. ക്ഷേത്ര നാഴികമണി 3 അടിച്ചതോടെ പാരമ്പര്യ അവകാശികൾ കുടമണികൾ പാപ്പാന്മാർക്ക് കൈമാറി. പാപ്പാന്മാർ ക്ഷേത്രത്തിൽ നിന്ന് മഞ്ജുലാൽ വരെ ഓടിയെത്തി കുടമണികൾ ആനകളെ അണിയിച്ചു. മാരാർ ശംഖുമുഴക്കിയതോടെ ആനകൾ ഓട്ടം ആരംഭിച്ചു. ഗോപുരവാതിൽ കടന്ന് ക്ഷേത്രത്തിനകത്തേക്ക് ആദ്യം പ്രവേശിച്ച കൊമ്പൻ പ്രദക്ഷിണം പൂർത്തിയാക്കിയതോടെ വിജയിയായി പ്രഖ്യാപിച്ചു. പാരമ്പര്യ അവകാശികൾ ക്ഷേത്രത്തിനകത്ത് നിറപറയും നിലവിളക്കും ഒരുക്കി വിജയിയെ സ്വീകരിച്ചു. മറ്റു കൊമ്പന്മാർ മഞ്ജുലാലിന് സമീപത്തു നിന്ന് നടന്നെത്തി ഗുരുവായൂരപ്പനെ വണങ്ങി മടങ്ങി. വിജയിയായ ആന ഉത്സവം കൊടിയിറങ്ങുന്നതുവരെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങില്ല. ഉത്സവത്തിന് വിപുലമായ ഒരുക്കങ്ങളാണ് ക്ഷേത്രത്തിൽ നടത്തിയിട്ടുള്ളത്. ഇത്തവണ ഉത്സവത്തിന് അമ്പലത്തിനകത്ത് നടക്കുന്ന ചടങ്ങുകളും അതുപോലെ പുറത്ത് ഒരുക്കിയിട്ടുള്ള കലാവിരുന്നുകളുമൊക്കെ തത്സമയം സംപ്രേഷണം ചെയ്യുക എന്നുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനു പുറമെ ആനച്ചമയങ്ങളും അതുപോലെ കൃഷ്ണനാട്ടത്തിൻ്റെ ചമയങ്ങളുമൊക്കെ ഒരുക്കിക്കൊണ്ട് ഒരു ചമയ പ്രദർശനവും അത് ഇത്തവണ ആദ്യമായിട്ട് ഒരുക്കിയിട്ടുള്ളതാണ്. അതും ഇത്തവണത്തെ ഉത്സവത്തിൻ്റെ ഒരു സവിശേഷതയാണ്. എല്ലാം വളരെ മുൻകൂട്ടി തന്നെ എല്ലാം പ്ലാൻ ചെയ്ത പ്രകാരം എല്ലാം ആയി. നാളെ രാവിലെ ഭക്ഷണം കൊടുക്കാനുള്ള കലവറ റെഡിയായിട്ടുണ്ട്. എത്ര ആൾക്ക് വേണം ഭക്ഷണം കൊടുക്കാനുള്ള അഗ്രശാലിയും അതേപോലെ തന്നെ പ്രസാദോട്ട് കൊടുക്കാനുള്ള സംവിധാനങ്ങളും ഒക്കെ ആയിട്ടുണ്ട്. ഇനിയുള്ള 10 നാൾ ഗുരുവായൂരിന് ഉത്സവകാലം. രാവും പകലും ഗുരുഭവനപുരി ഉണർന്നിരിക്കുന്ന കാലം. ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ നിന്നും TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. ഉത്സവം കഴിയുന്നതുവരെ ഇനി ബാലുവാണ് ഗുരുവായൂരിലെ താരം. ആനയോട്ടത്തിലെ ജേതാവ് ബാലുവിന് ഉത്സവ നാളുകളിൽ ക്ഷേത്രത്തിൽ ലഭിക്കുന്നത് VIP പരിഗണനയാണ്. ഗുരുവായൂർ ദേവസ്വത്തിലെ ഇടത്തരം കൊമ്പനാണ് ബാലു. 1999 ജൂലൈ 16 ഒരുമനയൂർ സ്വദേശി VS ബാലകൃഷ്ണനാണ് ബാലുവിനെ ഗുരുവായൂരപ്പന് മുന്നിൽ നടയിരുത്തിയത്. കൊമ്പൻ ആസാമിയാണെങ്കിലും നാട്ടാനകളുടേതാണ് പ്രകൃതം. ഗുരുവായൂരിലെത്തിയ സമയത്ത് വില്ലന്മാരുടെ പട്ടികയിലായിരുന്നെങ്കിലും ഇപ്പോൾ നായക പരിവേഷമാണ് ഈ കൊമ്പന്. ആദ്യകാലത്ത് പോക്കിരിയായിരുന്നു ബാലു. ഇപ്പോൾ അനുസരണയുള്ള കൊമ്പനാണ്. അതുകൊണ്ട് തന്നെ ഉത്സവങ്ങളിൽ സ്ഥിര സാന്നിധ്യമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പ് ചിട്ടവട്ടങ്ങൾ ബാലുവിന് മനഃപ്പാടമാണ്. ആനത്താവളത്തിലെ കെട്ടും തറയിൽ നിന്ന് അഴിച്ചാൽ ഇടവും വലവും നോക്കാതെ നേരെ ക്ഷേത്രത്തിലെത്തും. നെറ്റിപ്പട്ടം കെട്ടിയാൽ ചെവികളാട്ടി അനുസരണയുള്ള ബാലനാകും ഈ 46കാരൻ. ഇക്കാലത്തിനിടയിൽ ആനയോട്ടത്തിൽ ഓടാൻ അവസരം കിട്ടിയിട്ടില്ല. കിട്ടിയപ്പോഴാകട്ടെ ഒന്നാമനുമായി. ആനയോട്ടത്തിൽ പങ്കെടുപ്പിക്കാനായി വിദഗ്ധ സമിതി തെരഞ്ഞെടുത്ത 10 ആനകളിൽ ഇടം പിടിച്ചെങ്കിലും ബാലു ഓട്ടത്തിൽ പങ്കെടുക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഓടാനുള്ള 3 ആനകളെ നറുക്കിട്ടെടുത്തതിൽ ഉൾപ്പെട്ടപ്പോൾ വിജയിക്കുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും കരുതിയതുമില്ല.
ആനയോട്ടം തുടങ്ങാനായി മാരാർ ശംഖ് മുഴക്കിയപ്പോൾ ആദ്യം കുതിച്ചത് ബാലുവാണ്. തൊട്ടുപിറകെ ചെന്താമരാക്ഷനും. നേരത്തെ ജേതാവായിട്ടുള്ള ചെന്താമരാക്ഷൻ GUP സ്കൂൾ എത്തും മുൻപേ ബാലുവിനെ മറികടന്ന് ഏറെ ദൂരം മുന്നിട്ടു. നടപ്പുര എത്തും മുൻപേ ഇരു കൊമ്പന്മാരും ഒപ്പത്തിനൊപ്പമെത്തി. കല്യാണ മണ്ഡപം എത്താറായപ്പോഴേക്കും ബാലു മുന്നിൽ കയറി. പിന്നെ ഗോപുരം കടന്ന് നേരെ അകത്തേക്ക്. പാരമ്പര്യ അവകാശി ചൊവ്വല്ലൂർ നാരായണ വാര്യർ കൊടിമരത്തിന് സമീപം നിറപറയും നിലവിളക്കും ഒരുക്കി ബാലുവിനെ സ്വീകരിച്ചു. ആചാരപ്രകാരമുള്ള 7 പ്രദക്ഷിണം പൂർത്തിയാക്കി ക്ഷേത്രത്തിനകത്ത് സ്ഥാനമുറപ്പിച്ചു. ഇനി ഉത്സവം കഴിയുന്നതുവരെ ക്ഷേത്രത്തിൽ കൊമ്പന് പ്രത്യേക പരിഗണനയാണ്. ദേവസ്വത്തിലെ മറ്റ് ആനകളാണ് പട്ടയും മറ്റും എത്തിച്ചു നൽകുക. ശ്രീഭൂതബലിക്ക് തിടമ്പേറ്റുന്നത് ഓട്ടക്കാരൻ്റെ അവകാശമാണ്. ക്ഷേത്രത്തിൽ വടക്കുഭാഗത്ത് കെട്ടുന്ന ആനയോട്ടത്തിലെ ജേതാവിനെ ഭക്തർ കണ്ട് തൊഴും. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശി ജ്യോതിപ്രകാശാണ് ബാലുവിൻ്റെ ചട്ടക്കാരൻ. കായംകുളം സ്വദേശിയായ 2ാം പാപ്പാൻ M. ബാബുവാണ് ആനയോട്ട സമയത്ത് മുകളിലിരുന്ന് ബാലുവിനെ നിയന്ത്രിച്ചത്. TCV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് തുടക്കം കുറിച്ച് ആനയില്ല ശീവേലി നടന്നു. ദിവസവും ആനപ്പുറത്തെഴുന്നള്ളുന്ന ഗുരുവായൂരപ്പന് വർഷത്തിൽ ഒരു ദിവസം മാത്രമാണ് ആനയില്ല ശീവേലി. ഗുരുവായൂർ ദേവസ്വത്തിൽ 38 ആനകളുണ്ടെങ്കിലും ഗജപ്രിയനായ ഗുരുവായൂരപ്പൻ കൊടിയേറ്റ നാളിൽ ആനയില്ലാതെയാണ് ശീവേലി പൂർത്തിയാക്കിയത്. ശാന്തിയേറ്റ കീഴ്ശാന്തി മുളമംഗലം ഹരികൃഷ്ണൻ നമ്പൂതിരി ഗുരുവായൂരപ്പന്റെ സ്വർണ്ണത്തിടമ്പ് കൈകളിലേന്തി മാറോട് ചേർത്തുപിടിച്ച് 3 പ്രദക്ഷിണം പൂർത്തിയാക്കി. ഭക്തർ നാരായണനാമം ജപിച്ച് അനുഗമിച്ചു. ക്ഷേത്രത്തിൽ ആനയില്ലാതിരുന്ന കാലത്ത് ഉത്സവ കൊടിയേറ്റ ദിവസം ആനയില്ലാതെ ശീവേലി നടത്തേണ്ടി എന്നാണ് പറയുന്നത്. അന്ന് ഉച്ചയാകുമ്പോഴേക്കും ക്ഷേത്രത്തിലേക്ക് കുടമണി കിലുക്കി ആനകൾ ഓടിയെത്തിയെന്നതാണ് ഐതിഹ്യം. ഇതിനെ അനുസ്മരിച്ചാണ് കൊടിയേറ്റ ദിവസം ആനയില്ല ശീവേലിയും ആനയോട്ടവും നടത്തുന്നത്. ഈ ദിവസം ആനയോട്ട സമയത്ത് മാത്രമാണ് ക്ഷേത്ര പരിസരത്തേക്ക് ആനകളെ കൊണ്ടുവന്നത്. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചന വിവാദത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടു. കൊച്ചിൻ ദേവസ്വം കമ്മീഷണറും കൂടൽമാണിക്യം എക്സിക്യൂട്ടീവ് ഓഫീസറും അന്വേഷണം നടത്തി 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്ന് കമ്മീഷൻ അംഗം വി. ഗീത ആവശ്യപ്പെട്ടു. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ജാതീയ അധിക്ഷേപം നടന്നുവെന്ന് ബോധ്യപ്പെട്ടാൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ദേവസ്വം ബോർഡ് ചെയർമാൻ CK ഗോപി പറഞ്ഞു. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി നിയമനം നേടിയ ബാലു ഇപ്പോൾ അവധിയിലാണ്. തിരികെ ജോലിയിൽ പ്രവേശിച്ചാൽ ജോലിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രതിസന്ധി നേരിട്ടിരുന്നോ എന്ന രേഖാമൂലം വിശദീകരണം തേടുമെന്നും ചെയർമാൻ വ്യക്തമാക്കി. സർക്കാർ നിയമനം നടത്തിയ കഴകം ജോലിയിൽ തന്നെ ബാലുവിനെ നിയമിക്കാനാണ് ദേവസ്വത്തിന് താൽപര്യമെന്നും അടുത്ത ആഴ്ച ദേവസ്വം ബോർഡ് മീറ്റിംഗ് ചേരുമെന്നും മീറ്റിംഗിൽ വിഷയം ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തന്ത്രിമാർക്കോ മറ്റുള്ളവർക്കോ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാം എന്നും കോടതി വിധി മാനിക്കാൻ എല്ലാവരും തയ്യാറാണെന്നും ചെയർമാൻ പറഞ്ഞു. കഴകം ജോലിക്കെത്തിയ യുവാവിനെ തന്ത്രിമാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് ജോലിയിൽ നിന്നും മാറ്റിയതിൽ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. വിവിധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും വിഷയത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി കഴിഞ്ഞു. 6 തന്ത്രി കുടുംബങ്ങൾക്കാണ് കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ താന്ത്രിക കർമ്മങ്ങൾക്ക് അവകാശമുള്ളത്. അതേസമയം തൃപ്രയാർ മനയിലെ അനിപ്രകാശ് ഇതിൽ വ്യത്യസ്ത അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പാരമ്പര്യ അവകാശികൾ കഴകത്തിന് തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഏത് ജാതിയിലുള്ളവർ ക്ഷേത്രത്തിൽ കഴകത്തിന് എത്തുന്നതിൽ വിരോധമില്ലെന്നും ക്ഷേത്രത്തിലെ താന്ത്രിക കർമ്മങ്ങൾക്ക് തങ്ങളുടെ ഊഴമനുസരിച്ച് എത്തി കർമ്മങ്ങൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. TCV ന്യൂസ്, ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനത്തിനെതിരെ പ്രതിഷേധം ശക്തം. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനം സാംസ്കാരിക കേരളത്തിന് അപമാനമാണെന്നും അയിത്ത മനോഭാവം ഇപ്പോൾ നിലനിൽക്കുന്നത് ഖേദകരമാണെന്നും ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. കഴകക്കാരനായ ബാലുവിനെ അതേ തസ്തികയിൽ നിലനിർത്തണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. തന്ത്രിമാരുടെ നടപടിയിൽ പ്രതിഷേധിച്ച് SNDP യോഗം സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും രംഗത്തെത്തി. തന്ത്രിമാർക്കെതിരെ നടപടി വേണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെടുകയും ചെയ്തു. ജാതി വിവേചനം ക്ഷേത്രങ്ങളിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിന് തെളിവാണ് കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ തന്ത്രിമാർ എടുത്ത നിലപാടെന്ന്. ഇത് സാംസ്കാരിക കേരളത്തിന് അപവാദമാണെന്നും CPI ചാലക്കുടി ലോക്കൽ സമ്മേളനം വിലയിരുത്തി. പ്രതിനിധി സമ്മേളനം ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പ്രകടനവും പൊതുസമ്മേളനവും CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. ഉഷ പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി അനിൽ കദലിക്കാടൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. AK ചന്ദ്രൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം T പ്രദീപ് കുമാർ, ജില്ലാ കൌൺസിൽ അംഗങ്ങളായ CV ജോഫി, PM വിജയൻ, MV ഗംഗാധരൻ, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ഉഷ പരമേശ്വരൻ, TV രാമകൃഷ്ണൻ, TR ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രകടനവും നടന്നു. ദേശീയപാതയോരങ്ങൾ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളായി മാറുന്നു.
തലോർ മുതൽ കുതിരാൻ വരെ TCV വാർത്താസംഘം നടത്തിയ യാത്രയിൽ കണ്ടത് മാലിന്യങ്ങളുടെ കൂമ്പാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് തലോരിലാണ്. ഇവിടെ നിന്ന് ആരംഭിക്കുകയായി ദേശീയപാതയോരത്തെ മാലിന്യം തള്ളൽ. ദേശീയപാതയിൽ തലോർ കിടക്കണമെങ്കിൽ മൂക്കുപൊത്തണമെന്ന സ്ഥിതിയാണ്. ഒരു വീട്ടിലെയോ സ്ഥാപനങ്ങളിലെയോ എന്തെല്ലാം മാലിന്യങ്ങളുണ്ടോ അതെല്ലാം ഇവിടെ തള്ളിയതായി കാണാം. മാലിന്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കണേ. ജനങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത രീതിയിൽ ദുർഗന്ധമായിട്ട് എല്ലാ മാലിന്യങ്ങളും, അതായത് കോഴി വേസ്റ്റ് മറ്റുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്ത് നടക്കുന്നുണ്ട്. റോഡിൻ്റെ സൈഡ് കൂടി നടക്കാൻ പറ്റില്ല നമുക്ക്. മനുഷ്യന്മാർ നടക്കുന്ന സ്ഥലങ്ങളിൽ തെരുവ് പട്ടികൾ കയറിയിട്ട് ആ സ്ഥലങ്ങളിൽ നടക്കുമ്പോൾ പട്ടികൾ നമ്മളെ ആക്രമിക്കുന്ന ഒരു ഇതാണ് കാണുന്നത്. അങ്ങനെ TCV വാർത്താ സംഘത്തിന്റെ യാത്രയിൽ കണ്ടത് മാലിന്യ നിക്ഷേപങ്ങളുടെ ഒരു ചങ്ങല തന്നെ. വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും മാലിന്യങ്ങൾ പുറന്തള്ളാനുള്ള ഇടങ്ങളാണോ ദേശീയപാതയോരങ്ങൾ? ഇത് മണ്ണുത്തിയിൽ നിന്നുള്ള കാഴ്ച. ഏറെ ദൂരത്തിലാണ് ഇവിടെ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞിരിക്കുന്നത്. മാലിന്യമുക്ത കേരളവുമായി സർക്കാർ മുന്നോട്ടു പോകുമ്പോഴാണ് ഈ ഒരു അനാസ്ഥ. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ചെറിയ പ്ലാസ്റ്റിക് കവറുകളിൽ തുടങ്ങി ചാക്കുകണക്കിന് മാലിന്യങ്ങളാണ് ദേശീയപാതയോരത്ത് തള്ളുന്നത്. ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്തി ദേശീയപാതയോരങ്ങളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മണ്ണുത്തി തോട്ടപ്പടിയിൽ നിന്ന് പട്ടിക്കാടുക്ക് വരുമ്പോൾ ഇടതുവശത്ത് നോക്കിയാൽ യൂണിവേഴ്സിറ്റിയുടെ മുൻവശം മുഴുവൻ പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചെറിഞ്ഞിട്ടിരിക്കുക. ആ വഴി കൂടി വരാൻ പറ്റില്ല പല സമയത്തും. നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് കിഴക്കോട്ട് പോകുന്ന ഏതൊരു ഭാഗത്ത് നോക്കിയാലും ഇതൊക്കെയാണ്. അപൂർവം ജനങ്ങളുള്ളടത്ത് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ജനങ്ങളിലേക്ക് ഒരു ധാരണ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റോഡ് സൈഡും ചാലും ഈ ഡ്രൈനേജൊക്കെ മാലിന്യങ്ങൾ കൊണ്ടുവന്നെറിയാനുള്ളൊരു സംവിധാനമായിട്ട് സർക്കാർ ഉണ്ടാക്കി കൊടുത്തതാണെന്നുള്ള ചിന്തയിലാണ്. അവരുടെ വീട്ടിലെ ഭക്ഷണത്തിൻ്റെ മാലിന്യ അവശിഷ്ടങ്ങൾ പോലും റോഡിൽ കൊണ്ടുവന്നെറിയുന്നവരെ. ഇനി ഹോട്ടലുകാരാണോ വീട്ടുകാരാണോ എന്ന് നമുക്കറിയില്ല. സെപ്റ്റി ടാങ്ക് മാലിന്യങ്ങൾ പോലും ഇവിടെ നിക്ഷേപിക്കുന്നുണ്ട്. മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞാൽ പിഴയും തടവ് ശിക്ഷയും ഏർപ്പെടുത്തുമെന്ന് പറയുന്നതല്ലാതെ നടപടിയെടുക്കാനോ മാലിന്യം വ്യാപകമായി തള്ളുന്ന ഇടങ്ങളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കാനോ അധികാരികൾ തയ്യാറാകുന്നില്ലെന്ന പരാതി ഉയരുന്നുണ്ട്. അങ്ങനെ കുതിരാൻ തുരങ്കമുഖത്തെത്തി ചീഞ്ഞമുട്ട, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്നു വേണ്ട ഒരു മാലിന്യ മല തന്നെയാണ് ഇവിടെ കാണാനുള്ളത്. എന്തായാലും മൂക്കുപൊത്താതെ ഈ വഴി കടന്നു പോകാനാകാത്ത അവസ്ഥയാണുള്ളത്. ദേശീയപാതയോരത്തെ മാലിന്യം തള്ളലിനെതിരെ അധികാരികൾ നടപടി സ്വീകരിക്കേണ്ടതാണ്. ഈ ഒരു ആവശ്യമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. ക്യാമറമാൻ ആഷിഖ് വേലൂരിനോടൊപ്പം ശ്രീകേഷ് വെള്ളാൻകര, TCV ന്യൂസ്. മയക്കുമരുന്ന് ലഹരിയിലേക്ക് നീങ്ങുന്ന യുവതലമുറയെ രക്ഷിക്കാൻ കൈകോർത്ത് എങ്കക്കാട് ഗ്രാമം. ലഹരിയുടെ കടന്നുകയറ്റത്തിൽ നിന്ന് നാടിന്റെ യുവത്വത്തെ സംരക്ഷിക്കാൻ കാവലൊരുക്കുകയാണ് നാട്ടുകൂട്ടത്തിലൂടെ എങ്കക്കാട് ഗ്രാമം. ഒരു കാരണവശാലും എങ്കക്കാട് ഗ്രാമത്തെ മയക്കുമരുന്നിന് വിട്ടുകൊടുക്കില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് നാട്ടുകൂട്ടം. നാട്ടിലെ മുഴുവൻ വീടുകളിൽ നിന്നും കുറഞ്ഞത് ഒരാളെയെങ്കിലും അംഗമാക്കി ലഹരിക്കെതിരെ വിപുലമായ കർമ്മസമിതി രൂപീകരിക്കും. പൊതുപരീക്ഷകൾ പൂർത്തിയാകുന്നതിനനുസരിച്ച് നാട്ടിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും യുവതി യുവാക്കൾക്കുമായി ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കും. തുടർന്ന് ഘട്ടം ഘട്ടമായി മുഴുവൻ രക്ഷിതാക്കൾക്കും താൽപ്പര്യമുള്ള നാട്ടുകാർക്കും ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കാനും സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് താൽപ്പര്യമുള്ള യുവാക്കളെ ഉൾപ്പെടുത്തി വളണ്ടിയർ വിംഗ് ഉണ്ടാക്കാനുമാണ് തീരുമാനം. സമൂഹത്തിനാകെ മാതൃകയാകുന്ന തരത്തിൽ എല്ലാ കുടുംബങ്ങളിൽ നിന്നും ഓരോ വ്യക്തിയെ ഈ നാട്ടുകൂട്ടത്തിൽ പങ്കെടുപ്പിച്ച് സമിതിക്ക് രൂപം കൊടുക്കുകയും തുടർന്ന് എല്ലാ മാസത്തിലും സമൂഹത്തിൽ കുട്ടികളെയും അമ്മമാരെയും കുടുംബങ്ങളെ ഒന്നിച്ച് ഒരു ബോധവൽക്കരണ ക്ലാസ്സും തുടർ നടപടികളൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നാട്ടുകൂട്ടം തീരുമാനിച്ചിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയി തുടങ്ങി. അത് എങ്കക്കാട് മാത്രമല്ല, വടക്കാഞ്ചേരി, തൃശ്ശൂർ മാത്രമല്ല, സംസ്ഥാനത്ത് ഒട്ടുക്ക് ഇതിൻ്റെ ഒരു അതിപ്രസരമുണ്ട്. ഇപ്പോൾ ഞാനും എൻ്റെ കുടുംബവും എന്നുള്ള ആ നിലയിലേക്ക് പോയതുകൊണ്ട് വളരെ അപകടം ഉണ്ടായിട്ടുണ്ട്. ലഹരി ഉപയോഗം വീട്ടിൽ തന്നെ നടക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. സമൂഹത്തിൽ ഇടപെടാത്ത വ്യക്തികളും കുട്ടികളുമാണ് ഇതിൽ കൂടുതൽ ഭയപ്പെടുന്നത്. ഇപ്പോൾ ഇവിടെ നാട്ടിലുള്ള ക്ലബ്ബുകളുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്, അമ്പല കമ്മിറ്റികളുണ്ട്. ഇതിലൊന്നും കൂടുതൽ ഇടപെടാത്ത കുട്ടികളാണ് ഈ ചതിയിൽ പോയി വീഴുന്നത്. നാട്ടിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കൊപ്പം SPC, NCC, NSS വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി ലഹരിക്കെതിരെയുള്ള കുട്ടിപ്പട്ടാളം രൂപീകരിക്കാനും നാട്ടുകൂട്ടം തീരുമാനിച്ചു. വേനൽ അവധിക്കാലത്ത് നാട്ടിലെ കുട്ടികളുടെ കായിക വിനോദം പ്രോത്സാഹിപ്പിക്കൽ, പോലീസും എക്സൈസുമായി സഹകരിച്ച്
ഹോട്ട്സ്പോട്ടുകളാക്കി മാർക്ക് ചെയ്ത ഇടങ്ങളിൽ നിരീക്ഷണം നടത്തൽ, മുന്നറിയിപ്പ് ബോർഡുകളും നിരീക്ഷണ ക്യാമറകളും സ്ഥാപിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളും കർമ്മസമിതി ഏറ്റെടുത്തു ചെയ്യും. പോലീസിൻ്റെയും എക്സൈസിൻ്റെയും കയ്യിൽ മാത്രം നിൽക്കുന്ന ഒരു വിഷയമായിട്ട് ചുരുക്കാൻ നമുക്ക് സാധിക്കില്ല. നാട്ടിലുള്ള ക്ലബ്ബുകൾ, ഈ ക്ലബ്ബുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഇന്നത്തെ പുതിയ തലമുറയെ തന്നെ ഏൽപ്പിച്ച് ഇതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നാട്ടുകൂട്ടം ശ്രമിക്കുന്നത്. ഗ്രാമത്തിൽ മയക്കുമരുന്ന് വിപണനവും ഉപയോഗവും ഉണ്ടാവില്ലെന്ന് ഉറപ്പാക്കുകയാണ് എങ്കക്കാട് നാട്ടുകൂട്ടം. TCV ന്യൂസ്, വടക്കാഞ്ചേരി. ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ നടത്തിയ മിന്നൽ പരിശോധനയിൽ രാസലഹരിയായ മെത്താഫിറ്റമിനുമായി യുവാവ് പിടിയിലായി. കൊടുങ്ങല്ലൂർ മേത്തല കയർ സൊസൈറ്റിക്ക് സമീപം കണ്ണന്തറ വീട്ടിൽ കണ്ണനാണ് 110 മില്ലിഗ്രാം മെത്താഫിറ്റമിനുമായി അറസ്റ്റിലായത്. ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PR സുനിൽകുമാർ, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർ അനീഷ് ഇ പോൾ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സനദ് സേവ്യർ തുടങ്ങിയവർ പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പല്ലൂരിൽ നൂറ്റാണ്ടോളം പഴക്കമുള്ള കുളം നികത്താനുള്ള ശ്രമം നാട്ടുകാർ ചേർന്ന് തടഞ്ഞു. 21-ാം വാർഡിൽ പ്രദേശവാസികൾ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു വന്നിരുന്ന കുളമാണ് പുതിയ സ്ഥലമുടമ നികത്താൻ ശ്രമിച്ചത്. പുരയിടത്തിലുണ്ടായിരുന്ന വീട് പൊളിച്ചതിന്റെ അവശിഷ്ടങ്ങൾ കരാറുകാരൻ കുളത്തിലിട്ട് നികത്തുകയായിരുന്നു. തിരുനിലം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുളം നികത്തുന്നത് തടയുകയും അധികൃതരെ വിവരമറിയിക്കുകയും ചെയ്തു. തുടക്കത്തിൽ നാട്ടുകാരുടെ സമ്മർദ്ദത്തിന് കരാറുകാരൻ വഴങ്ങിയെങ്കിലും അവധി ദിവസങ്ങളിൽ നിരവധി ടിപ്പർ ലോറികൾ ഉപയോഗിച്ച് കുളം മണ്ണിട്ട് മൂടുകയായിരുന്നു. ഇതോടെ നാട്ടുകാർ ചേർന്ന് ടിപ്പർ ലോറികൾ തടഞ്ഞു. വണ്ടി തടഞ്ഞു, ട്രിപ്പർ തടഞ്ഞ്, ഇനി നിർത്താൻ പറ്റില്ല. ഇത് ഒരു തരം ഇത് പഴയ പൂർവ്വസ്ഥിതിയിലേക്ക് കുളമാക്കണം. കാരണം ഈ പ്രദേശത്തെ ഒരുപാട് ആളുകൾ കുടിവെള്ളത്തിന് പോലും ബുദ്ധിമുട്ടുന്ന സ്ഥിതിയുണ്ട്. പല കിണറുകളും വറ്റിക്കൊണ്ടിരിക്കുകയാണ്. കിണറിൽ ജലസ്രോതസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ജലസ്രോതസ്സുകൾ നികത്തെ നശിപ്പിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായി വർഷക്കാലങ്ങളിൽ ഭയങ്കര വെള്ളക്കെട്ടും പ്രശ്നവും വരിക, പല വീടുകളിലും കഞ്ഞി വയ്ക്കാനും കിടക്കാനും പറ്റാത്ത അവസ്ഥ വരിക. അപ്പം അതുകൊണ്ട് തന്നെ ഇത് നികത്താൻ പാടില്ല എന്ന് തീർത്ത് പറയും, അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. സംഭവം അറിഞ്ഞെത്തിയ മതിലകം പോലീസ് കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത് കുളം പൂർവ്വസ്ഥിതിയിലാക്കുവാൻ കരാറുകാരന് നിർദ്ദേശം നൽകി. SN പുരം 3-ാം വാർഡ് അംഗവും പെരുന്തോട് സംരക്ഷണ സമിതി ഭാരവാഹിയുമായ രാജേഷ്, വാർഡ് അംഗം കൃഷ്ണേന്ദു, ഷിബു, റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങളായ MM മോഹനൻ, TV വേണു എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. വേനലിൽ പ്രദേശത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. മഴക്കാലത്ത് വെള്ളക്കെട്ടും പതിവാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. വന്യജീവി ആക്രമണം പതിവായ പുതുക്കാട് മണ്ഡലത്തിന്റെ മലയോര മേഖലയിലെ തോട്ടം തൊഴിലാളികളുടെ ജോലി സമയം ക്രമീകരിക്കാൻ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയതായി വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. KK രാമചന്ദ്രൻ MLA നൽകിയ സബ്മിഷനിലാണ് മന്ത്രിയുടെ മറുപടി. ഹാരിസൺസ് മലയാളം, കൊച്ചിൻ മലബാർ കമ്പനികളോട് തൊഴിലാളികളുടെ ജോലി സമയം ക്രമീകരിക്കണമെന്ന് കമ്പനി സീനിയർ ജനറൽ മാനേജർമാർക്ക് നിർദ്ദേശം നൽകിയതായും ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ CCF-നെ ചുമതലപ്പെടുത്തിയതായും മന്ത്രി അറിയിച്ചു. മലയോര മേഖലയിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ 7 ജീവനുകൾ പൊലിഞ്ഞു. പാലപ്പിള്ളി, എച്ചിപ്പാറ, ചൊക്കന, കുണ്ടായി, കള്ളായി, കാരികുളം മേഖലയിലെ തോട്ടം തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണമെന്നും MLA ആവശ്യമുന്നയിച്ചു. തോട്ടമുടമകൾ ട്രഞ്ചിങ്ങിന് അപേക്ഷ സമർപ്പിച്ചിട്ടും അധികൃതർ അനുമതി നൽകിയിട്ടില്ല. കൂടാതെ ഹാങ്ങിംഗ് ഫെൻസിംഗും സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണെന്നും KK രാമചന്ദ്രൻ MLA ചൂണ്ടിക്കാട്ടി. വനംവകുപ്പിന്റെ ഭൂമി കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്ന ആവശ്യത്തിന് ചർച്ച ചെയ്ത് നടപടിയെടുക്കാമെന്ന് മന്ത്രി അറിയിച്ചു. അതിന് ഇപ്പോൾ തന്നെ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട്. പരിയാരം, വെള്ളിക്കുളങ്ങര എന്നീ മേഖലകളിൽ രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതി പ്രകാരം 17 കിലോമീറ്റർ ഫെൻസിംഗ് നിർമ്മിക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ 3 വർഷങ്ങളിലായി 338 ലക്ഷം രൂപ ചെലവിൽ 25 കിലോമീറ്റർ ഫെൻസിംഗ് നിർമ്മാണം പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ്. ഇതിനു പുറമെ ഈ ഡിവിഷന് കീഴിലെ പരിയാരം റേഞ്ചിലെ ചിക്രായി ഭാഗത്ത് 16 എന്ന സ്ഥലത്ത് നബാർഡ് സ്കീമിൽ ഉൾപ്പെടുത്തി AI ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വന്യജീവി ആക്രമണത്തിൽ കർഷകർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിന് മോട്ടോർ വകുപ്പിലെ ട്രൈബ്യൂണൽ സംവിധാനമാക്കണമെന്ന നിർദ്ദേശം സർക്കാരിന്റെ പരിഗണനയിൽ കൊണ്ടുവരാമെന്ന് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ നിയമസഭയിൽ പറഞ്ഞു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫിന്റെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. MLAയുടെ ആശയം നല്ലതാണെന്നും ഇത്തരം നയപരമായ തീരുമാനം മന്ത്രിസഭയാണ് തീരുമാനിക്കേണ്ടതെന്നും മന്ത്രി വ്യക്തമാക്കി.
ചാലക്കുടി മണ്ഡലത്തിൽപ്പെട്ട കോടശ്ശേരി, പരിയാരം, മേലൂർ, അതിരപ്പള്ളി പഞ്ചായത്തുകളിലെ വന്യമൃഗശല്യത്തെ ഉദ്ധരിച്ചാണ് MLA വിഷയം ചോദ്യോത്തരവേളയിൽ ഉന്നയിച്ചത്. ചൂണ്ടിക്കാണിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽപ്പെട്ട പ്രദേശങ്ങളിൽ വന്യമൃഗശല്യം രൂക്ഷം തന്നെയാണ്. പക്ഷെ അതിന് നഷ്ടപരിഹാരം എന്ന് പറയുന്നത്, അതിനുള്ള പരിഹാരമായി അങ്ങ് നിർദ്ദേശിച്ചത് മോട്ടോർ ആക്സിഡൻറ്റിന് ഒരു ട്രൈബ്യൂണൽ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നത് പോലെ വനം വകുപ്പിലും അങ്ങനെ ഒരു ട്രൈബ്യൂണൽ രൂപീകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമോ എന്നാണ്. അതൊരു നല്ല നിർദ്ദേശമാണ്. ആ നിർദ്ദേശം സംബന്ധിച്ച് വിദഗ്ധന്മാരുമായും ധനകാര്യമന്ത്രിയുമായും നിയമമന്ത്രിയും ഒക്കെ ആലോചിച്ച് മാത്രമേ എനിക്ക് അത് സംബന്ധിച്ചൊരു കമ്മിറ്റ്മെൻറ്റ് സഭയ്ക്ക് നൽകാൻ സാധിക്കും. കുണ്ടന്നൂരിൽ നിയന്ത്രണം വിട്ട ബൈക്ക് പോസ്റ്റിൽ ഇടിച്ച് യാത്രികന് തലയ്ക്ക് പരിക്കേറ്റു. തളി സ്വദേശി റഫീഖിനാണ് പരിക്കേറ്റത്. വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിലായിരുന്നു അപകടം. വടക്കാഞ്ചേരി ഭാഗത്തു നിന്നും വരികയായിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് കാഞ്ഞിരക്കോട് ഷാപ്പുംപടി സ്റ്റോപ്പിനും കുണ്ടന്നൂർ ചുങ്കം സെന്ററിനും ഇടയിൽ റോഡരികിലെ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച് മറിയുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ യാത്രക്കാരന്റെ തലയ്ക്ക് മുറിവേറ്റു. പരിക്കേറ്റ റഫീഖിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്വത്ത് തർക്കത്തെ തുടർന്ന് മകളുടെ ഭർത്താവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതിയെ ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. മുള്ളൂർക്കര കാഞ്ഞിരശ്ശേരി പറമ്പിൽ ഉമ്മറിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഉമ്മർ മകളെയും കുട്ടികളെയും ഉപദ്രവിക്കുകയും വീട്ടിലുണ്ടായിരുന്ന കാറും ബൈക്കും തല്ലി തകർക്കുകയും ചെയ്തിരുന്നു. വരവൂർ പതിപ്പറമ്പിൽ വീട്ടിൽ മുഹമ്മദ് റാഫിയെ ആണ് ഉമ്മർ വീട്ടിൽ ചെന്ന സ്വത്ത് തർക്കത്തെ തുടർന്ന് കത്തിയെടുത്ത് കുത്തിയത്. നാട്ടുകാർ ചേർന്നാണ് ഉമ്മറിനെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. മുഹമ്മദ് റാഫിയെ മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എരുമപ്പെട്ടി മങ്ങാട് സെന്ററിന് സമീപം റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന കാൽനട യാത്രക്കാരനെ കാറിടിച്ച് പരിക്കേറ്റു. പുതുരുത്തി സ്വദേശി ശങ്കരനാണ് പരിക്കേറ്റത്. പരിക്കേറ്റയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിണറായി സർക്കാരിന് മൂന്നാം തുടർഭരണമുണ്ടാകുമെന്ന CPMന്റെ പ്രഖ്യാപനം വ്യാമോഹമാണെന്നും ഇടതു ഭരണത്തിൽ പൊറുതിമുട്ടിയ ജനം ഇവരെ ആട്ടിയകറ്റാൻ തെരഞ്ഞെടുപ്പ് കാത്തിരിക്കുകയാണെന്നും KPCC വക്താവ് സന്ദീപ് വാര്യർ പറഞ്ഞു. പന്നിത്തടം പ്രിയദർശിനി ക്ലബ്ബ് സംഘടിപ്പിച്ച സാന്ത്വന സ്പർശം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനദ്രോഹ ഭരണം നടത്തുന്നതിൽ കേരള സർക്കാരുകൾ ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തുവെന്ന് വരുത്തി തീർക്കാൻ കോടികൾ മുടക്കിയുള്ള പ്രചരണങ്ങൾ മാത്രമാണ് LDF സർക്കാർ നടത്തുന്നത്. പൊതുപ്രവർത്തനത്തിലും ഭരണനേട്ടത്തിലും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മഹനീയ മാതൃകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രിയദർശിനി പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷനായി. KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി, സാമൂഹ്യ പ്രവർത്തകൻ കരീം പന്നിത്തടം, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, യാവൂട്ടി ചെറുമനേങ്ങാട്, കണ്ണൻ നമ്പ്യാർ, K ജയശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റ് വിതരണവും നിർധന കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണവും വിവിധ ആദരണങ്ങളും ചടങ്ങിൽ നടന്നു. കടങ്ങോട് ഖാദർപടിയിൽ കാറിടിച്ച് ബൈക്ക് യാത്രക്കാരായ യുവാക്കൾക്ക് പരിക്ക്. തിപ്പല്ലൂർ സ്വദേശികളായ തിപ്പല്ലൂർ വീട്ടിൽ ജിജിൻ, കൂളിയാട്ടിൽ വൈശാഖ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ബസ്സിനെ മറികടക്കുകയായിരുന്ന കാർ ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലക്കുടി പുഴയിലെ കുണ്ടൂരിൽ പാലം നിർമ്മാണത്തിനുള്ള സ്ഥലം സംബന്ധിച്ചുള്ള അനിശ്ചിതത്വം നീങ്ങി. കുണ്ടൂരിൽ നിന്ന് പായ്ത്തുരുത്തിലേക്കുള്ള പാലം നിർമ്മാണത്തിന് ഭരണാനുമതി ലഭിച്ചു. കുത്തിയതോട് കുണ്ടൂർ പാലം എന്ന പദ്ധതി കുണ്ടൂർ പായ്ത്തുരുത്ത് എന്നാക്കി മാറ്റിയാണ് ഭരണാനുമതി പുതുക്കി സർക്കാർ ഉത്തരവിട്ടത്. എറണാകുളം ജില്ലയിലെ പദ്ധതി പൂർണ്ണമായി തൃശൂർ ജില്ലയിലേക്ക് മാറ്റിയാണ് പൊതുമരാമത്ത് വകുപ്പ് ഉത്തരവിറക്കിയിട്ടുള്ളത്. 2017 ജൂലൈ 10 ഇറക്കിയ ഉത്തരവിൽ കുത്തിയതോട് കുണ്ടൂർ പാലത്തിനായി 25 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിരുന്നു. തൃശൂർ ജില്ലയിലെ കുണ്ടൂരിൽ നിന്ന് പാലം എത്തുന്നത് എറണാകുളം ജില്ലയിലെ കുത്തിയതോട് ആയിരുന്നു. പാലത്തിൻ്റെ പ്രയോജനം തൃശൂർ ജില്ലയിലുള്ളവർക്കാണ് ഏറെയുള്ളത്. സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കുത്തിയതോട് പ്രദേശത്തുള്ളവർ എതിർപ്പ് പ്രകടിപ്പിച്ചതാണ് പദ്ധതിയെ പ്രതികൂലമായി ബാധിച്ചത്. 205 മീറ്റർ നീളത്തിലും 11 മീറ്റർ വീതിയിലും നടപ്പാതയുള്ള പാലമാണ് പദ്ധതിയിലുണ്ടായിരുന്നത്. ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നതല്ലാതെ പാലം യാഥാർത്ഥ്യമായില്ല. തുടർന്ന് കുഴൂർ പഞ്ചായത്ത് കുണ്ടൂരിൽ നിന്ന് പായ്ത്തുരുത്തിലേക്ക് പാലം നിർമ്മിക്കണമെന്ന ബദൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചു. പുഴയുടെ വീതി കുറഞ്ഞ ഇതുവഴി പാലം നിർമ്മിക്കാൻ ചെലവ് കുറയുമെന്നും എതിർപ്പുകൾ ഉണ്ടാകില്ലെന്നും തിരിച്ചറിഞ്ഞാണ് ബദൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. നേരത്തെ നിശ്ചയിച്ച് പദ്ധതിയിട്ട സ്ഥലത്ത് നിന്ന് 1/2 കിലോമീറ്റർ മാറിയാണ് ഇപ്പോൾ അംഗീകാരം നേടിയ പ്രദേശം. സ്ഥലം സന്ദർശിച്ച VR സുനിൽകുമാർ MLA പഞ്ചായത്തിന്റെ നിർദ്ദേശത്തെ അനുകൂലിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ കുണ്ടൂരിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിരുന്നു.
ഈ യോഗത്തിൽ CPM-ഉം CPI-യും വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചതിനൊപ്പം കോൺഗ്രസിലും ഭിന്നത പ്രകടമായിരുന്നു. കുത്തിയതോട് കുണ്ടൂർ പാലം പദ്ധതി തന്നെ വേണമെന്ന നിലപാടായിരുന്നു CPM-ഉം BJP-യും സ്വീകരിച്ചത്. ഇത് തീർത്തും എന്തുകൊണ്ടും കുണ്ടൂർ കുത്തിയത്തോട് പാലം എന്നതിനേക്കാൾ കൂടുതൽ അനുയോജ്യമാണ്. കാരണം ഇവിടെ പുഴയ്ക്ക് വീതി മറ്റ് കുണ്ടൂർ കുത്തിയത്തോട് പാലം പണിയുന്നതിനേക്കാൾ പകുതിയേ വീതി വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചെലവും മറ്റു കാര്യങ്ങളും എല്ലാം കൂടുതൽ അഭികാമ്യമാണ്. ഇതിൽ കുറവേ വരുന്നുള്ളൂ ചെലവും കാര്യങ്ങളൊക്കെ. പാലം വരുന്നതോടുകൂടി അവർക്ക് കുണ്ടൂർ ഭാഗത്തേക്ക് വരുന്നതിനും പള്ളി, അമ്പലം, റേഷൻ കട, അതുപോലെ ഹോസ്പിറ്റൽ, മറ്റു കാര്യങ്ങൾക്കുമായി കൂടുതൽ അനുയോജ്യമാണ്. മാത്രമല്ല ഈ കുഴൂര് മാള ഭാഗത്തു നിന്നുള്ള ആളുകൾക്കെല്ലാം എറണാകുളത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഷോർട്ടായിട്ടുള്ളൊരു മാർഗമായി മാറുകയും ചെയ്യും ഈ പാലം വന്നു കിട്ടിയാൽ. TCV ന്യൂസ്, മാള. പാവറട്ടി സെയിന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിന്റെ ശതോത്തര സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സ്മാരകമായി പുതിയ ഓപ്പൺ സ്റ്റേജിന്റെ നിർമ്മാണം ആരംഭിച്ചു. 50 അടി നീളത്തിലും 30 അടി വീതിയിലുമാണ് ഓപ്പൺ സ്റ്റേജ് നിർമ്മിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി തറക്കല്ലിട്ടു. ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ സഹകാർമ്മികനായി. പാവറട്ടി തിരുനാളിന് മുൻപായി ഓപ്പൺ സ്റ്റേജ് നിർമ്മാണം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മാനേജിംഗ് ട്രസ്റ്റി പിയൂസ് പുലിക്കോട്ടിൽ, ട്രസ്റ്റിമാരായ OJ ഷാജൻ, KJ വിൻസെന്റ്, വിൽസൺ നീലങ്കാവിൽ തുടങ്ങിയവർ സംസാരിച്ചു. ആശാവർക്കർമാർക്ക് സ്ഥിര നിയമനം നൽകുക, അമിത ജോലിഭാരം ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് INTUC ഗുരുവായൂർ റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. INTUC ജില്ലാ സെക്രട്ടറി MS ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. INTUC ഗുരുവായൂർ റീജിയണൽ പ്രസിഡന്റ് VK വിമൽ അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് നഗരസഭാ പ്രതിപക്ഷ നേതാവ് KV സത്താർ, INTUC ഭാരവാഹികളായ CS തുളസിദാസ്, KK ഹീറോസ്, പ്രേമാവതി ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ 7ാം പൂജ നടന്നു. ക്ഷേത്രത്തിന്റെ വടക്കും വാതിലിൽ ക്ഷേത്രപാലകന്റെ ക്ഷേത്രത്തിന് മുൻപിലാണ് രാവിലെ 7ാം പൂജ ചടങ്ങുകൾ നടന്നത്. കോമരം ശ്രീനിവാസൻ ചടങ്ങുകൾക്ക് കാർമ്മികനായി. തുടർന്ന് കോമരം ഭക്തജനങ്ങൾക്ക് കൽപ്പന നൽകിയതോടെ 7ാം പൂജയ്ക്ക് സമാപനമായി. ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട്, പ്രസിഡന്റ് ശ്രീരാമൻ തെക്കൂട്ട്, സെക്രട്ടറി സുജീഷ് അരുവാത്തോട്ടിൽ, ജനറൽ കൺവീനർ മനോജ് പെരുവഴിക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. കയ്പമംഗലം 3 പീടിക സെന്ററിൽ വാഹനാപകടമുണ്ടാക്കി യാത്രക്കാരെയും ഹോംഗാർഡിനെയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച യുവാക്കളെ നാട്ടുകാർ പോലീസിലേൽപ്പിച്ചു. ദേശീയപാതയിലൂടെ ഇന്നോവ കാറിൽ വന്ന യുവാക്കൾ ഇരിഞ്ഞാലക്കുട ഭാഗത്തേക്ക് കാർ തിരിച്ചപ്പോൾ 2 ബൈക്കുകളിലും മറ്റൊരു കാറിലും ഇടിച്ചിരുന്നു. യാത്രക്കാരുമായി യുവാക്കൾ ബഹളമായതോടെ ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഹോംഗാർഡ് അരവിന്ദാക്ഷൻ ഇടപെട്ടു. ഇതോടെ ഇദ്ദേഹത്തെ യുവാക്കൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. ഇത് കണ്ടാണ് നാട്ടുകാർ ഇടപെട്ടത്. കാറിലുണ്ടായിരുന്ന 3 യുവാക്കളും മദ്യലഹരിയിലായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. കാറിലുണ്ടായിരുന്ന 3 പേരെയും കയ്പമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തു. സമകാലീന മ്യൂറൽ ചിത്ര കലാകാരൻ ചാലിശ്ശേരി സ്വദേശി മണികണ്ഠൻ പുന്നയ്ക്കലിന്റെ കലാജീവിതത്തെ ആസ്പദമാക്കി പ്രശസ്ത സാഹിത്യകാരൻ P. സുരേന്ദ്രൻ എഴുതിയ മണിപത്മം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. നിറച്ചാർത്ത് കലാസാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ എങ്കക്കാട് നടന്ന ചടങ്ങിൽ കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് പുസ്തക പ്രകാശനം നിർവഹിച്ചു. ഡോക്ടർ സദനം ഹരികുമാർ പുസ്തകത്തിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. കലാനിരൂപകൻ ഡോക്ടർ ഷാജു നെല്ലായി, സംഗീതജ്ഞൻ E. ജയകൃഷ്ണൻ, സതീഷ് കുമാർ, കഥാകൃത്ത് P. സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂരിൽ വീട്ടുമുറ്റത്തെ പൂന്തോട്ടത്തിൽ 25ഓളം ചെടിച്ചട്ടികൾ സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചു. തൈക്കാട് ഓടാട്ട് സുകുമാരന്റെ വീട്ടിലാണ് സാമൂഹ്യവിരുദ്ധരുടെ ആക്രമണം നടന്നത്. വീട്ടുമുറ്റത്ത് വാഹനങ്ങൾ വന്നുപോയതിന്റെ അടയാളങ്ങൾ ഉണ്ടായിരുന്നു. ഗുരുവായൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കയ്പമംഗലം 12-ൽ കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടി വൻതോതിൽ കുടിവെള്ളം പാഴാകുന്നു. കാളമുറിയിൽ നിർമ്മിക്കുന്ന ദേശീയപാത അടിപ്പാതയുടെ പാലത്തിലേക്കുള്ള പ്രവേശന പാത നിർമ്മിക്കുന്നതിനിടെ ഒരാഴ്ച മുൻപാണ് കുടിവെള്ള വിതരണത്തിനുള്ള പ്രധാന പൈപ്പ് പൊട്ടിയത്. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും NH നിർമ്മാണ കമ്പനിയോ കുടിവെള്ള വിതരണത്തിന്റെ ചുമതലയുള്ള വാട്ടർ അതോറിറ്റിയോ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. നിർദ്ദിഷ്ട ദേശീയപാതയിലെ കാന നിർമ്മാണത്തിനു വേണ്ടി കുഴിച്ച 400 മീറ്ററോളം വരുന്ന കാനയിൽ കുടിവെള്ളം നിറഞ്ഞ് ജലം പാഴായി പോവുകയാണ്. എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അന്നകര കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമവും കോൺഗ്രസ് വാർഡ് സമ്മേളനവും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് മഹാത്മാഗാന്ധി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. NM സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന പ്രവർത്തകരെയും മുൻ പഞ്ചായത്ത് മെമ്പർമാരെയും ചടങ്ങിൽ ആദരിച്ചു.
DCC സെക്രട്ടറി PK രാജൻ, ബ്ലോക്ക് പ്രസിഡന്റ് KS ദീപൻ, മണ്ഡലം പ്രസിഡന്റ് PB ഗിരീഷ്, ജോഷി വടക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. നിങ്ങൾക്ക് മിണ്ടാൻ ഒരു ഭരണഘടന ഈ രാജ്യത്ത് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും തൊഴിലാളികളുടെ ജോലി സ്ഥിരത ഉറപ്പുവരുത്തുന്നതിനും അടിയന്തരമായി മുഖ്യമന്ത്രി മുൻകൈയെടുക്കണമെന്ന് INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണൻ. INTUC സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം വടക്കാഞ്ചേരി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുൻപിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിയോജകമണ്ഡലം പ്രസിഡന്റ് CK ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി PJ രാജു, INTUC ജില്ലാ ജനറൽ സെക്രട്ടറി AT ജോസ്, വൈസ് പ്രസിഡന്റ് MR രവീന്ദ്രൻ, അവണൂർ മണ്ഡലം പ്രസിഡന്റ് IR മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. അവധിക്കാലം അടുത്തതോടെ കൊമ്പൻപാറ തടയണ വീണ്ടും സജീവമായി. ചാലക്കുടി പുഴയിലെ പരിയാരം കൊമ്പൻപാറ തടയണ ഇന്ന് വിനോദസഞ്ചാരികൾക്ക് ഇഷ്ടപ്പെട്ട ഇടമാണ്. പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിനും നീന്തി കുളിക്കുന്നതിനുമായി ഇവിടെ നൂറുകണക്കിന് ആളുകളാണ് എത്തുന്നത്. കുട്ടികളുടെ പരീക്ഷ കൂടി കഴിഞ്ഞാൽ പരിയാരം CSR കടവ് ജനനിബിഡമാകും. കാർഷിക വിളകൾക്ക് വേനലിൽ വെള്ളം ലഭ്യമാക്കുന്നതിന് തടയണയുടെ ഷട്ടറുകളെല്ലാം അടച്ചു കഴിഞ്ഞു. ഇതോടെയാണ് മുകൾ ഭാഗത്ത് ജലനിരപ്പ് ഉയർന്നത്. നീന്തൽ വശമില്ലാത്തവർക്ക് ചെറിയ തോതിൽ വെള്ളമൊഴുകുന്ന താഴത്തെ ഭാഗത്ത് കുളിക്കാനിറങ്ങാം. പാറക്കെട്ടുകൾക്കിടയിലൂടെ വെള്ളമൊഴുകുന്ന കാഴ്ച വിനോദസഞ്ചാരികളെ ആകർഷിക്കുകയാണ്. അതേസമയം അപകടങ്ങൾ പതിയിരിക്കുന്ന ആഴത്തിലുള്ള കുഴികളും ഇവിടെയുണ്ട്. അതിരപ്പള്ളി വെള്ളച്ചാട്ടം കണ്ടുമടങ്ങുന്ന നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. മനസ്സിന് ഏറ്റവും കൂടുതൽ ആനന്ദം പകരുന്ന അനുഭവമാണ് കൊമ്പൻപാറ തടയണ സമ്മാനിക്കുന്നതെന്ന് പറവൂരിൽ നിന്നുള്ള ജ്യോതിരാജും ശ്രീനാഥും പ്രതാപനുമെല്ലാം പറഞ്ഞു. ഞങ്ങൾ അതിരപ്പള്ളി വാഴച്ചാലൊക്കെ പോയിട്ട് ഇങ്ങനെ തിരിച്ചു വരുന്ന വഴി ഇവിടെ ഒരു സംഭവം ഉണ്ടെന്നുണ്ട് ഇവിടെ ഇറങ്ങിയതാണ്. കണ്ടപ്പോൾ തന്നെ വളരെയധികം സന്തോഷം തോന്നി. പിന്നെ ഒന്നും ആലോചിച്ചില്ല, വെള്ളത്തിലേക്ക് ചാടുകയാണ്. ടൂറിസ്റ്റുകൾക്ക് അധികം അറിയാൻ പാടില്ലാത്തൊരു സ്ഥലമാണ്. നീന്തൽ അറിഞ്ഞുകൂടാത്ത ഒരു കാരണവശാലും ഇറങ്ങരുത്. വേനൽക്കാലത്ത് പറ്റിയ സ്ഥലങ്ങളാണ്. ചൂടുള്ള സമയത്ത് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ്. വെള്ളത്തിൽ ഇറങ്ങാന്നുണ്ടെങ്കിൽ മാത്രമേ വരാവൂ. പൊരിങ്ങൽകുത്ത് വൈദ്യുതി ഉൽപാദന കേന്ദ്രത്തിൽ നിന്നും കൂടുതൽ വെള്ളം എത്തുന്ന ദിവസങ്ങളിൽ തടയണയിൽ നീരൊഴുക്ക് ശക്തമാകും. മഴവില്ലഴകിൽ തടയണയുടെ മുകളിൽ കൂടി താഴേക്ക് വെള്ളം വീഴുന്ന കാഴ്ച അതിരമണീയമാണ്. അതിരപ്പള്ളി റോഡിലെ പരിയാരം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് സമീപത്തു നിന്നാണ് കടവിലേക്ക് 300 മീറ്റർ ദൂരം മാത്രമുള്ള ഇടവഴി. കടവിലേക്ക് എത്തുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഇടമില്ലാത്തത് പരാതിക്കിടയാക്കുന്നുണ്ട്. TCV ന്യൂസ് ചാലക്കുടി. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് കരട് ബജറ്റിന്റെ അവതരണം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ മാസ്റ്റർ ബജറ്റിനെക്കുറിച്ച് വിശദീകരണം നടത്തി. സെക്രട്ടറി MS രോഹിണി, അസിസ്റ്റന്റ് സെക്രട്ടറി VH ഷിനാജ്, അക്കൗണ്ടന്റ് സ്മിത രാജു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ V നിഷാമോൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശിവൻ വീട്ടിക്കുന്ന്, രാജേഷ്, മനോജ്, K വാസുദേവൻ എന്നീ ഭരണകക്ഷിയിലെ അംഗങ്ങൾ കരട് ബജറ്റിനെ അഭിനന്ദിച്ച് സംസാരിച്ചു. പാർപ്പിട മേഖല, ലൈഫ് പദ്ധതി, കാർഷിക മേഖല, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, കുടിവെള്ളം തുടങ്ങിയ നിരവധിയായ മേഖലകൾക്ക് ഊന്നൽ നൽകിയാണ് കരട് ബജറ്റ് അവതരിപ്പിച്ചത്. പഞ്ചായത്തുകൾക്ക് മിച്ച ബജറ്റാണ് അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. 2007 മുതലുള്ള ശമ്പളവും പെൻഷനും അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയേർഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ കലാമണ്ഡലത്തിന് മുന്നിൽ നടത്തുന്ന സമരം 6ാം ദിവസത്തിലേക്ക് കടന്നു. വിവിധ സർവകലാശാലകളിലെ യൂണിയനുകൾ സമരത്തിന് പിന്തുണയുമായി എത്തി. രാവിലെ നടന്ന സമരം കാലടി സംസ്കൃത സർവകലാശാല റിട്ടയേർഡ് ടീച്ചേഴ്സ് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ CM നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ഫോറം ഓഫ് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയേർഡ് ടീച്ചേഴ്സ് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് കലാമണ്ഡലം M ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കാലടി സംസ്കൃത സർവകലാശാല റിട്ടയേർഡ് ടീച്ചേഴ്സ് യൂണിയൻ സെക്രട്ടറി പ്രൊഫസർ VG ഗോപാലകൃഷ്ണൻ, കലാമണ്ഡലം OK അംബിക, കലാമണ്ഡലം S ഗോപകുമാർ, കലാമണ്ഡലം MA പ്രസന്ന തുടങ്ങിയവർ സംസാരിച്ചു. കോടാലി കൊരേച്ചാൽ ശ്രീദുർഗ സ്വയംഭൂ കിരാത പാർവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. ശ്രീഭൂതബലി, പൊങ്കാല സമർപ്പണം, ചുറ്റുവിളക്ക്, നിറമാല, അന്നദാനം, ഓവുങ്ങൽ സെന്ററിൽ നിന്ന് വാദ്യമേളങ്ങൾ, നാടൻ കലാരൂപങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് താലിവരവ് എന്നിവയും ഉണ്ടായി. ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി അഴകത്ത് മനയ്ക്കൽ വിഷ്ണു നമ്പൂതിരി, മേൽശാന്തി വെങ്ങിണിശ്ശേരി പുരുഷോത്തമൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രസമിതി പ്രസിഡന്റ് കൊച്ചുണ്ണി കർത്ത, സെക്രട്ടറി സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, ട്രഷറർ ഷനോജ് വെട്ടിയാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മതിലകം ബ്ലോക്ക് 33ാം വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. SN പുരം പോള ഹാളിൽ നടന്ന ചടങ്ങിൽ
KSSPU ജില്ലാ സെക്രട്ടറി കെ ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് CK ശങ്കു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി KU സുബ്രഹ്മണ്യൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ VK അശോകൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. TC കലാധരൻ, M പവിഴം, KB ബീന, ഖൈറുന്നീസ, R വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ MT വാസുദേവൻ നായർ, P ജയചന്ദ്രൻ എന്നിവർക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചു. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെയും മിൽമ എറണാകുളം മേഖലാ യൂണിയന്റെയും സഹകരണത്തോടെ തിച്ചൂർ പാലുൽപാദക സംഘം ക്ഷീരകർഷക സംഗമം നടത്തി. സംഘം പ്രസിഡന്റ് M രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പശു വളർത്തലിൽ കർഷകർ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചും മിൽമ ക്ഷീരകർഷകർക്ക് നൽകുന്ന വിവിധ സഹായ പദ്ധതികളെക്കുറിച്ചും മിൽമ മേഖലാ സൂപ്പർവൈസർ ആൽഫി ഫ്രാൻസിസ്, ഡോക്ടർ ജോഫിൻ ജെയിംസ് എന്നിവർ കർഷകർക്ക് ക്ലാസ് എടുത്തു. ചടങ്ങിൽ ക്ഷീരകർഷകനും റിട്ടയർഡ് അധ്യാപകനുമായ മണികണ്ഠൻ മാസ്റ്റർ, വരവൂർ പഞ്ചായത്ത് കർഷക വിദ്യാർത്ഥിയായി തെരഞ്ഞെടുക്കപ്പെട്ട കുമാരി ഷൻസ പർവിൻ എന്നിവരെ ആദരിച്ചു. സംഘം സെക്രട്ടറി ശാന്ത നേതൃത്വം നൽകി. വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ 41 കൗമാരപ്രായക്കാരുടെ വിവിധ പ്രവർത്തനങ്ങൾക്കായി മഹാത്മാ കൗമാരസഭ രൂപീകരിച്ചു. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ, കലാകായിക രംഗത്തെ പ്രവർത്തനങ്ങൾ, കൗമാരപ്രായക്കാരുടെ സ്വയം തൊഴിൽ സംരംഭങ്ങൾ, ആരോഗ്യ പ്രവർത്തനങ്ങൾ, ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് നേതൃത്വം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് കൗമാരസഭ രൂപീകരിച്ചത്. അംഗനവാടി ടീച്ചർ സുലോചന അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ കൗൺസിലർ K അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷഫീഖ് ക്ലാസ് എടുത്തു. ക്ലാര ഫ്രാൻസിസ്, CDS മെമ്പർ രാജി സുനിൽ, VK സുബ്രഹ്മണ്യൻ, CV ജോയ് എന്നിവർ സംസാരിച്ചു. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ വിദ്യാലയങ്ങളിൽ പക്ഷികൾക്കായി പാനസ്നാന പാത്രങ്ങൾ സ്ഥാപിച്ചു. കണ്ടാണശ്ശേരി XLPR LP സ്കൂളിൽ പ്രധാനാധ്യാപിക CK ലില്ലി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. സംസ്കൃത അധ്യാപകനായ മേജർ PJ സ്റ്റൈജു, അധ്യാപകരായ ലീന, ഏഞ്ചൽ, സജിന എന്നിവർ സംസാരിച്ചു. MSM UP സ്കൂളിൽ പ്രധാനാധ്യാപിക VN സിന്ധു ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരായ KV ഷിജി, KK രാഗം, VC ആഷ്മി എന്നിവർ സന്നിഹിതരായി. വിദ്യാർത്ഥികളായ അലൻ ദേവ്, നിരഞ്ജൻ അമേഗ, VR അഞ്ജന, AB ദേവപ്രിയ തുടങ്ങിയവർ നേതൃത്വം നൽകി. മനക്കൊടി 9ാം വാർഡിൽ നിർമ്മിക്കുന്ന 138ാം നമ്പർ അംഗൻവാടിയുടെ കട്ടിളവയ്പ് ചടങ്ങുകൾ നടന്നു. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് CG സജീഷ് അധ്യക്ഷത വഹിച്ചു. 19 വർഷമായി മനക്കൊടി തെക്കുമുറിയിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന അംഗൻവാടിക്ക് കെട്ടിടം പണിയാനായി 3 സെന്റ് സ്ഥലം 5.2 ലക്ഷത്തിന് ജനകീയ പങ്കാളിത്തത്തോടെ തുക സമാഹരിച്ചാണ് വാങ്ങിയത്. പഞ്ചായത്തിന് ഈ സ്ഥലം കൈമാറിയ ശേഷമാണ് കെട്ടിട നിർമ്മാണം ആരംഭിക്കുന്നത്. 2 നിലയിൽ പണിയാൻ ഉദ്ദേശിക്കുന്ന അങ്കണവാടി കെട്ടിടത്തിന്റെ 1ാം നില 15 ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മിക്കുന്നത്. ഗോപിനാഥൻ പാറമേൽ, വാർഡ് മെമ്പർമാരായ K രാഗേഷ്, ഷിമി ഗോപി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അരിമ്പൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വനിതാ കലോത്സവം നടത്തി. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് CG സജീഷ് അധ്യക്ഷനായി. പാട്ടും നൃത്തവുമടക്കം 30 ഇനങ്ങളിലായി 62 പേർ പങ്കെടുത്തു. കേരളോത്സവത്തിൽ വ്യക്തിഗത ചാമ്പ്യനായ KU സാന്ദ്രിയെയും സംസ്ഥാനത്തെ മികച്ച അങ്കണവാടി ഹെൽപ്പർക്കുള്ള പുരസ്കാരം നേടിയ ആനീസിനെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭ ഷാജി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു സഹദേവൻ, ആസൂത്രണ സമിതി അംഗം രാമകൃഷ്ണൻ മാസ്റ്റർ, വാർഡ് അംഗങ്ങളായ ജില്ലി വിൽസൺ, സലിജ സന്തോഷ്, ഷിമി ഗോപി, വൃന്ദ, സുധാ സദാനന്ദൻ, സുനിത ബാബു, K രാഗേഷ്, CP പോൾ തുടങ്ങിയവർ പങ്കെടുത്തു. എളവള്ളി പഞ്ചായത്തിലെ വാഗ കോലാരിത്തോടിന്റെ സംരക്ഷണം 2ാം ഘട്ടം പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. സംസ്ഥാനത്ത് മാലിന്യമുക്ത നവകേരളം പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കുന്ന ഇനി ഞാൻ ഒഴുകട്ടെ എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കോലാരിത്തോടിന്റെ സംരക്ഷണം 2ാം ഘട്ടം ആരംഭിച്ചിട്ടുള്ളത്. 585 മീറ്റർ നീളത്തിൽ കരിങ്കൽ, സിമന്റ് ബീം എന്നിവ ഉപയോഗിച്ചാണ് തോടിന്റെ ഭിത്തി കെട്ടി സംരക്ഷിക്കുന്നത്. നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 85 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി നീക്കിവച്ചിട്ടുള്ളത്. മെയ് മാസത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കും. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി. ജനപ്രതിനിധികളായ ലീന ശ്രീകുമാർ, TC മോഹനൻ, രാജീവ് മണികണ്ഠൻ, പാടശേഖര സമിതി ഭാരവാഹികളായ P ശിവശങ്കരൻ, KP സണ്ണി, തൊമ്മിൽ പ്രദീപ്, ഹരിത, കേരള മിഷൻ മുല്ലശ്ശേരി ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ PL ഭവ്യ തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര അഴകം യുവജന സംഘം വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വനിതാ സദസ്സ് സംഘടിപ്പിച്ചു. V കുമാരി അധ്യക്ഷത വഹിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം K രമ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ CDS ചെയർമാൻ സീതാ മോഹനൻ, വായനശാല സെക്രട്ടറി PM സുനിൽകുമാർ,
വനിതാവേദി ചെയർപേഴ്സൺ പി ശൈലജ, ലൈബ്രറിയൻ എം കെ സുരീജ തുടങ്ങിയവർ സംസാരിച്ചു. പരമ്പരാഗത ഭക്ഷണ വിഭവങ്ങളുടെ പ്രദർശനവും വിതരണവും ഇതോടൊപ്പം ഉണ്ടായിരുന്നു. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിൽ കാറുകൾ കൂട്ടിയിടിച്ച് അപകടം. ഒരു കാർ നിയന്ത്രണം വിട്ട് പാടത്തേക്ക് മറിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. എയ്യാൽ പെട്രോൾ പമ്പിന് സമീപമാണ് അപകടമുണ്ടായത്. കേച്ചേരി ഭാഗത്തു നിന്ന് വരികയായിരുന്ന കാർ എതിർദിശയിൽ വന്ന് പെട്രോൾ പമ്പിലേക്ക് തിരിഞ്ഞ മറ്റൊരു കാറിൽ ഇടിക്കുകയായിരുന്നു. ഒരു കാർ നിയന്ത്രണം വിട്ട് റോഡിന്റെ എതിർദിശയിലുള്ള കൈവരി ഇടിച്ചു തകർത്ത് പാടശേഖരത്തിലേക്ക് മറിഞ്ഞു. 2 കാറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. പുതുക്കാട് നിയോജകമണ്ഡലം കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സായാഹ്ന സംഗമം നടത്തി. പുതുക്കാട് സെന്ററിൽ നടന്ന സായാഹ്ന സംഗമം സംഘടനാ ജില്ലാ വൈസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മഞ്ഞളി ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം ജനറൽ കൺവീനർ പി ജി രഞ്ജിമോൻ അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ പ്രതീഷ് പോൾ, ജോയ് പണ്ടാരി, തിലകൻ അയ്യഞ്ചിറ, NR ജോഷി, KT പിയൂസ്, ലിൻഡോ രാജൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് തിരികൾ തെളിയിച്ച് ലഹരി വിരുദ്ധ പ്രതിജ്ഞയും എടുത്തു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 850 രൂപ, പവന് 64,400 രൂപ. വെള്ളി ഗ്രാമിന് 106 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,402 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ഇനി ഗുരുവായൂർ ക്ഷേത്രോത്സവ നാളുകൾ. ഗുരുഭവനപുരി ഉത്സവാഘോഷ ലഹരിയിൽ. ആനയോട്ടത്തിൽ വിജയിയായി കൊമ്പൻ ബാലു. ആദ്യമായാണ് ബാലു ആനയോട്ടത്തിൽ വിജയിയാകുന്നത്. ഇരിഞ്ഞാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനത്തിനെതിരെ പ്രതിഷേധം ശക്തം. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ജാതി വിവേചനം സാംസ്കാരിക കേരളത്തിന് അപമാനമാണെന്ന് മന്ത്രി VN വാസവൻ. മാലിന്യ നിക്ഷേപ കേന്ദ്രമായി ദേശീയപാതയോരങ്ങൾ. തലോരിലും കുതിരാനിലും മാലിന്യങ്ങൾ തള്ളുന്നത് വ്യാപകം. നടപടിയെടുക്കാൻ അധികാരികൾ തയ്യാറാകുന്നില്ലെന്ന് പരാതി. മയക്കുമരുന്ന് ലഹരിയിലേക്ക് നീങ്ങുന്ന യുവതലമുറയെ രക്ഷിക്കാൻ കൈകോർത്ത് എങ്കക്കാട് ഗ്രാമം. കൊടുങ്ങല്ലൂരിൽ രാസലഹരിയുമായി യുവാവ് പിടിയിൽ. ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പലൂരിൽ നൂറ്റാണ്ടോളം പഴക്കമുള്ള കുളം നികത്താനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു. കുളം പൂർവ്വസ്ഥിതിയിലാക്കുവാൻ കരാറുകാരന് നിർദ്ദേശം നൽകി പോലീസ്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.